ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഉഴുന്നുവടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തട്ടുകടക്കാരൻ പറഞ്ഞു തന്ന ഒരു സീക്രട്ട് ഞാൻ ഇതിൽ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എന്താ ഒരു അരനാഴി ഉഴുന്ന് ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊരു 3-4 വെള്ളം കഴിയതിന് ശേഷം അത് കുതിരാൻ വേണ്ടിയുള്ള വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത ഉഴുന്ന് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇത്രയും വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആണ് ആട്ടിയെടുക്കാൻ വേണ്ടി. ഞാനിത് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് ആട്ടിയെടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്ന് മൊത്തവും ഞാൻ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ, അത് കൂടിപ്പോവും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതൊക്കെ ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്നില്ലേ, അതേ പൊടി, അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ഒന്ന് കൊത്തിയരിഞ്ഞതാണ്. അപ്പോൾ തീരെ അങ്ങ് പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല, ചെറിയ നീളത്തിന് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി സ്പൂൺ വെച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് എടുത്ത് കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് തട്ടുകടക്കാരൻ പറഞ്ഞു തന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. കുറച്ച് ക്യാബേജാണ്, ഒരു 150 ഗ്രാം ക്യാബേജോളം കാണും. അപ്പോൾ അരനാഴി ഉഴുന്നിന് ഒരു 150 ഗ്രാം ക്യാബേജ് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് തീരെ അങ്ങ് കൊത്തിയരിഞ്ഞ് പൊടിയായിട്ടല്ല, ഇച്ചിരി നീളത്തിലായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ആ മുളകും ഇഞ്ചിയും സവാളയും നമ്മുടെ ക്യാബേജും എല്ലാം നന്നായിട്ട് ഉഴുന്നുമായിട്ട് നന്നായിട്ട് ചേർന്ന് വരണം. പിന്നെ എന്താ എല്ലാം അടിതാത്ത് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉഴുന്നെടുക്കുന്നതിന് എത്രയാണോ അതിൻ്റെ അനുസരിച്ചുള്ള ക്വാണ്ടിറ്റിക്ക് മറ്റുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. കുറവാണെങ്കിൽ അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റിക്കുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായി കിടക്കുകയാണ്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് വേണം നമുക്ക് ഉഴുന്നുമാവ് ഒന്ന് ബോളാക്കിയിട്ട് നടുക്ക് ഹോളിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നേ. കൈ ഒന്ന് ഇതുപോലെ ഒന്ന് 2 കൈയും ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഇതിൽ ബോളാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഇടത് കൈയിൽ വെച്ചതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഹോളിട്ടിട്ട് നല്ല ഫിനിഷാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് ഇടുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഹോളിട്ടെടുത്ത ഉഴുന്നുമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 3 എണ്ണം വെച്ചാണ് ഞാൻ ആദ്യം പൊരിച്ചെടുത്തത്. അപ്പോൾ ബാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മുടെ കൈയൊന്നും എണ്ണയിൽ മുങ്ങാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണം വെച്ച് ഇട്ടു. അപ്പോൾ ആദ്യം ഇട്ടത് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം ഇട്ടത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അതനുസരിച്ച് മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ടൊന്ന്
അടിഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറുപുറവും കൂടി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ക്യാബേജൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ എപ്പോഴും നല്ല ഫ്ലഫി ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന വടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ടിരിക്കുമെങ്കിലും പിന്നീട് കഴിയുമ്പോൾ അങ്ങ് ചുട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്ന ഉഴുന്നുവട നല്ല ഫ്ലഫി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ കാരണം ഈ ക്യാബേജൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ. എനിക്കൊരു തട്ടുകടക്കാരൻ പറഞ്ഞു തന്ന രഹസ്യമാണേ. ആദ്യം ഇടുന്നതനുസരിച്ച് ഓരോന്നും മൊരിഞ്ഞ് വരും, അതനുസരിച്ച് എടുക്കുക. ആദ്യം ഇട്ടത് ഞാൻ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് രണ്ടാമത്തതും മറ്റത് രണ്ടും കൂടി എടുക്കുകയാണ്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ എണ്ണയെല്ലാം അപ്പോൾ വാർന്ന് വരും. അപ്പോൾ നമുക്ക് ഉഴുന്നുവടയിൽ ഒട്ടും തന്നെ എണ്ണാംശം ഉണ്ടാവില്ല. ഇത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഉഴുന്നുവടയായിരുന്നു കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല ക്രിസ്പിയാണ്, അത് നല്ല സോഫ്റ്റുമാണ്, എപ്പോഴും നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കും ഇത്. അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഇവിടെ എല്ലാം ഞാൻ പൊരിച്ചെടുക്കുകയാണേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എല്ലാം ഞാൻ പൊരിച്ച് പ്ലേറ്റിലേക്ക് ആക്കുന്നുണ്ട്. ഇതെപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ, പിന്നെ ഫ്ലഫിയുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട മൊത്തവും ഞാൻ പൊരിച്ചെടുത്തേ. അതിൻ്റെ ക്രിസ്പിനെസ് നോക്കി, നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ്, എപ്പോഴും ഇതുപോലെ തന്നെ ഫ്ലഫി ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല രുചിയുമാണ്. ക്യാബേജൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉഴുന്നുവടയ്ക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.